സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്രൻ തന്ന ക്രിസ്തുയായി തീരട്ടെ. ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈശോ സുവിശേഷത്തിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചത് വിവാദങ്ങളുടെ നടുവിലാണ്. കൈശോഷിച്ച ഒരു മനുഷ്യനെ സിനഗോഗിൽ കർത്താവ് കണ്ടുമുട്ടി. അവിടത്തേക്ക് അവനോട് അനുകമ്പ തോന്നി. അവൻ്റെ ദാരുണമായ ദുരന്തത്തിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിച്ചപ്പോഴും അന്നത്തെ യാഥാസ്ഥിതിക ഫരിസയന്മാര് കർത്താവിനോട് പറഞ്ഞിരുന്ന സാബത്താണ്, ഇന്ന് സുഖപ്പെടുത്താൻ പാടില്ല, ഇന്ന് ജോലി ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ഈ വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് കർത്താവ് അവന് സൗഖ്യം നൽകുന്നത്. സുവിശേഷത്തിലെ കർത്താവ് അവനോട് പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ്. അവിടുന്ന് കരം നീട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ നിന്റെ കരം എനിക്ക് തരിക, നീ നിന്റെ കരം എന്നിലേക്ക് നീട്ടുക. ആ കരം പിടിച്ചുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ സൗഖ്യം പ്രാപിക്കുക. അവന്റെ ശോഷിച്ച കരം പഴയതുപോലെയായി. എനിക്ക് നിങ്ങളോട് കർത്താവിന്റെ സദ്വാർത്തയായിട്ട് പറയാനുള്ളത്, കർത്താവ് അവിടുത്തെ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. കാൽവരിയിലെ ഈ കരങ്ങൾ നീട്ടിയിരിക്കുന്നത് നിന്റെ കരത്തെ കൂടെ പിടിക്കാനാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാൽവരിയിലെ നിർത്തി അനുഗ്രഹിച്ച കരങ്ങള് നീ ഇന്നും ഞങ്ങളുടെ നേരെ നിവർത്തി പിടിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുരിശിന്റെ താഴെ നിൽക്കുന്ന ധാരാളം മനുഷ്യരെ കർത്താവേ, നിന്റെ കാൽവരിയിലെ കുരിശിലേക്ക് കരങ്ങൾ നീട്ടുന്നു. കർത്താവേ, നിന്റെ നീട്ടിപ്പിടിച്ച കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശോഷിച്ച കരങ്ങള് നീ കൂട്ടിപ്പിടിക്കണേ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് നീ മറുപടിയാകണേ. ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് നീ പ്രതിവിധിയാകണേ. ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് നീ സ്നേഹത്തിന്റെ തൈലമാകണേ. ഞങ്ങളുടെ കടബാധ്യതകൾക്ക് നീ മുതൽക്കൂട്ടാകണേ. നിന്റെ മക്കൾക്ക് നിന്റെ നാമത്തിൽ നൽകുന്ന ആശീർവാദത്തെ കൈക്കൊള്ളണേ കർത്താവേ. നിന്റെ പിതാവിന്റെ വലിയ സ്നേഹവും നിന്റെ കുരിശിലെ നീ ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ വലിയ കൃപയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും നിന്റെ മക്കളുടെ മേലെ നീ വർഷിക്കാൻ കാരണമാകണേ. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതങ്ങളെ ഭാഗ്യമുള്ള ജീവിതങ്ങളാക്കി മാറ്റുന്നത് കർത്താവിനോടുള്ള ആശ്രയത്വമാണ്. പരിപൂർണമായും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി പ്രവേശിക്കാം. ഈ ശുശ്രൂഷയിൽ ഒരുപാട് മക്കൾ വ്യത്യസ്ത നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. പലവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. സഹോദര സഹോദരി, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ കർത്താവിനെ സമർപ്പിക്കും. യേശു ക്രിസ്തു സകലത്തിൽ മതിയായ ദൈവമാണ്. ഈ വലിയ ബോധ്യത്തോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ കരഘോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആത്മാവേ, കരമടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടുന്നു: യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. വിശ്വസിച്ചെന്ന് പാടിയേ. യേശു ക്രിസ്തു ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. തന്റെ നാമത്തിലും നിച്ചു ചേരുന്ന മർത്യർ ഐക്യം പകർന്നിടുവാൻ. തന്റെ നാമത്തിലും
ഒന്നിച്ചു ചേരുന്ന ഐക്യം പകർന്നിടുവാൻ എല്ലാവരും ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. യേശുവേ വെളിയാക്കുന്നതോടെ എന്റെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് മടിച്ചു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, എന്റെ ഹൃത്തിലും ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്റെ ഹൃത്തിലും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എല്ലാം എന്നെ ശുഭത്രേ. ഇനി തന്നെ ഒരുമിച്ച് ശക്തിയോടെ എല്ലാം എന്നെ ശുഭത്രേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. കരങ്ങൾ വീശി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ശക്തിയോടെ കരങ്ങൾ വീശി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുക. അത്ഭുതത്തിന്റെ ദൈവമേ, ഈ സ്തുതി ആരാധന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് വരണമേ. കർത്താവേ, അവിടുത്തെ ആയിരങ്ങളിലേക്ക് വരണമേ. അത്ഭുത അഭിഷേകമായി വരണമേ. അത്ഭുത വിടുതലായി വരണമേ. അത്ഭുത സൗഖ്യമായി വരണമേ. അത്ഭുത കൃപകളായി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഇത് അനേകം ജീവിതങ്ങളിലുള്ള പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില ജീവിതത്തിലെ മുഖങ്ങൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പല ദമ്പതികളെയും ഈ ശുശ്രൂഷ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള ബന്ധനത്തിന്റെ കെട്ടുകൾ ഇത് കർത്താവ് പൊട്ടിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നു, റിസ്റ്റോർ ചെയ്യുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ, കുടുംബങ്ങളിലേക്ക് വരണമേ. തകർന്ന ബന്ധങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധികമായ അളവിൽ അനേകായിരങ്ങളിലേക്ക് അഭിഷേകം പകരണമേ. റിലീസ്, റിലീസ്, റിലീസ്. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അറിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം പെരുമഴ പോലെ പെയ്യട്ടെ, നദി പോലെ ഒഴുകട്ടെ. റിലീസ്, റിലീസ്, റിലീസ്. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, സുഖപ്പെടുത്തിയതിനായി, അനുഗ്രഹിച്ചതിനായി, വിശുദ്ധീകരിച്ചതിനായി, അഭിഷേകം ചെയ്തതിനായി നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാമേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങളിൽ ഇപ്രകാരം വചനം പ്രഖ്യാപിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവിന്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുകയാണ്, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചന അടിസ്ഥാനത്തിലാണ്
നമ്മൾ ഇന്ന് ഈ വിഷയം കൂടുതൽ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യേശു വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവന്റെ ചുറ്റും തിങ്ങിക്കൂടി. കർത്താവിനെ കാണുവാൻ, കേൾക്കുവാൻ, യേശുവിൽ നിന്നൊരു സൗഖ്യം സ്വന്തമാക്കുവാൻ അനേകായിരങ്ങൾ ആഗ്രഹത്തോടെ കർത്താവിന്റെ അടുത്തോട്ട് വരികയാണ്. ഈ സമയത്ത് അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. 22-ാമത്തെ തിരുവചനം. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. ഈ ജായിറോസിന്റെ ജീവിതത്തിലൂടെയാണ് ദൈവമക്കളായ നമുക്കുണ്ടായിരിക്കേണ്ട യഥാർത്ഥ മനോഭാവത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം പഠിപ്പിക്കുന്നത്. ജായിറോസ് അവിടെ വന്നു. ആരായിരുന്നു ജായിറോസ്? ദൈവത്തിന് വചനം വെളിപ്പെടുത്തുന്നു, റൂളർ. അവനൊരു അധികാരിയാണ്. ഒരു സിനഗോഗിന്റെ അധികാരിയായിരുന്നു ജായിറോസ്. നമ്മളത് ചിന്തിച്ചു നോക്കിയേ. ആ കാലഘട്ടത്തിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സിനഗോഗ് അധികാരികളുടെ ഇടയിൽ യേശു ഒരു നോട്ടപ്പുള്ളിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കഫർനഹൂം എന്ന് പറയുന്ന വലിയ സിനഗോഗിന് അധികാരിയായ ജായിറോസ് യേശുവിന്റെ അടുത്തെത്തുന്നത്. സിനഗോഗ് അധികാരികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജായിറോസ് ഒറ്റപ്പെടുത്താം, ഈ അധികാരസ്ഥാനം നഷ്ടപ്പെടാം, അവൻ എന്തു വേണമെങ്കിലും സംഭവിക്കാം, സമൂഹത്തിന് മുൻപിൽ അപമാനമുണ്ടാകാം. എന്നാൽ ജായിറോസ് ചിന്തിച്ചു, എന്തു വേണമെങ്കിലും വരട്ടെ, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കേൾക്കണം. അതിനുവേണ്ടി വലിയ വില കൊടുത്ത് സമർപ്പണത്തോടെ ജായിറോസ് യേശുവിന്റെ സന്നിധിയിലോട്ട് വരികയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു ദൂത് കർത്താവിന് നമ്മോട് പറയുവാനുണ്ട്. നമ്മുടെ സാഹചര്യം എന്തുമാണെങ്കിലും, നമ്മുടെ വിഷയം എന്തുമാണെങ്കിലും കർത്താവിന്റെ അടുത്ത് വരുവാൻ അതൊന്നും തടസ്സമാകരുത്. യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ എന്റെ ഭവനം, എന്റെ ജോലി, എന്റെ സാഹചര്യങ്ങൾ ഒന്നും ഒരു തടസ്സമാകരുതെന്ന് ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ജായിറോസ് നമ്മളൊന്ന് നോക്ക്. അവൻ സ്വാർത്ഥതയില്ലാത്തവനാണ്. ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, സ്വാർത്ഥതയില്ലാത്ത മനോഭാവം. തന്റെ അധികാരം നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെടട്ടെ, സമൂഹം തന്നെ കളിയാക്കണമെങ്കിൽ കളിയാക്കട്ടെ, സിനഗോഗ് അധികാരികൾ താൻ ഒറ്റപ്പെടുത്തട്ടെ, എനിക്കത് വിഷയമല്ല, എനിക്ക് യേശുവിനെ കാണണം. എന്തൊരു വലിയൊരു ചിന്ത, എന്തുമാത്രം ഒരു ആഗ്രഹമാണ് ജായിറോസിന് ഉണ്ടായിരുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ അകത്ത് ഈ ഒരു തീഷ്ണതയുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ നിശ്ചയമായും കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. രണ്ടാമത് ജായിറോസ് എന്താ ചെയ്തത്? വചനം വെളിപ്പെടുത്തുന്നു, വാക്യം 22 തന്നെ. അവൻ യേശുവിനെ കണ്ട് അവന്റെ കാൽക്കൽ വീണു. യേശുവിന്റെ കാൽക്കൽ ജായിറോസ് വീഴുക. ആരാ വീണേ? ഒരു വലിയ സിനഗോഗിന്റെ അധികാരി. എന്നാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇത് ജായിറോസിന് വിഷയമായിരുന്നില്ല. യേശുവിന്റെ കാൽക്കൽ ജായിറോസ് വീഴുകയാണ്. ഹംബിൾ ആറ്റിറ്റ്യൂഡ്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ഉന്നത സ്ഥാനീയരാകാം, വലിയ ബിസിനസ്സുകാരനാകാം, സമൂഹത്തിന് മുൻപിൽ വലിയ മാന്യതയുള്ളവരാകാം, സമ്പത്തും പ്രശസ്തിയും സ്വാധീനങ്ങളും ഉള്ളവരാകാം, നമ്മൾ ആരുമാകട്ടെ, എളിമപ്പെടുവാൻ, താഴ്മയിലോട്ട് വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം ഒന്ന് സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമാണ്. സുപ്രീം കോർട്ട് വരെ പോണേ, എന്താ കാര്യം? താഴുവാൻ, എളിമപ്പെടുവാൻ ആരും തയ്യാറല്ല. ജായിറോസിനെ പോലെ താഴ്മയുള്ളവരാകാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറികൾ ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കുവാനും ദർശിക്കാനും കഴിയും. ഒരിക്കൽ ഞാനിപ്പോൾ ഓർക്കുക, ഒരു ഇടവക പള്ളിയിൽ ബൈബിൾ കൺവെൻഷന് വേണ്ടി പോയതാ. ഈ സമയത്തെ കൺവെൻഷൻ 2ാമത്തെ ദിവസം ആ ഇടവകയില് വളരെ പ്രമാണിയായിട്ടൊരു മനുഷ്യൻ, ഇഷ്ടംപോലെ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത്
പള്ളിയുടെ ഗേറ്റ് കടന്ന് വേറൊരു മനുഷ്യൻ ദേവാലയത്തിലോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, കണ്ടില്ലേ ബ്രദർ, അവൻ വരണ കണ്ടില്ലേ, അവനെ നടത്തം നോക്കിയേ, അവൻ വളരെ ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ പറയുകയാണ്. അവസാനം അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, അവനെങ്ങാനും പള്ളിയിൽ എന്റെ അടുത്ത് വന്നിരുന്നാൽ അവന്റെ അടുത്തിരിക്കാൻ എന്റെ ഇരിപ്പുറയ്ക്കത്തില്ല, ഞാൻ അവനെ അരികത്തിരിക്കത്തില്ല എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ ഞങ്ങൾ വയലന്റ് ആവാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രശംസിച്ചിങ്ങനെ പറയുക, എന്നാൽ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സ്നേഹിക്കുവാനോ കരുതുവാനോ ആ മനുഷ്യനെ മാനിക്കുവാനുള്ള ഒരു വിശാലതയിലേക്ക് മനുഷ്യൻ എത്തിയിട്ടില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എളിമപ്പെടാൻ തയ്യാറായില്ല. നമ്മുടെ കർത്താവിനെ നോക്ക്, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ സകല മഹത്വവും കർത്താവ് ഉപേക്ഷിക്കുക നമുക്ക് വേണ്ടി. അവൻ താഴ്മയുള്ളവനായി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലോട്ട് നോക്ക്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ തിരുവാക്യം. വചനം എന്താ വെളിപ്പെടുത്തുന്നത്? അവിടുത്തെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവത്തിന്റെ അമ്മയായി മറിയം എന്ന പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുവാൻ സ്വർഗം കണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താ? അവളുടെ താഴ്മയാണ്, എളിമയാണ്. തന്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നമുക്ക് താഴ്മയുള്ളവരാകാൻ പറ്റൂ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ജീവിതത്തിലെ മറ്റ് സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ, ദൈവം എന്നെയും നിങ്ങൾ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ എളിമപ്പെടാൻ പറ്റുമോ? താഴ്മയുള്ളവരാകാൻ പറ്റുമോ? നമ്മളിലൂടെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഈ തിരുവചനം എനിക്കും നിങ്ങൾക്കും വലിയ ഉറപ്പ് തരികയാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? നാട്ടുകാരുടെ കയ്യടിയുടെ പുറകെ ജായറോസ് പോയില്ല. മനുഷ്യർ നൽകുന്ന അംഗീകാരത്തിന് പുറകെ ജായറോസ് പോയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് സ്വയം ചെറുതായി ഇത്രയും ഉന്നതനായ അധികാരി യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. മൂന്നാമത് ജായറോസിൽ എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? വചനം പറയുന്നു, കാൽക്കൽ വീണ് അപേക്ഷിച്ചു. പ്ലീഡിംഗ് ആറ്റിറ്റ്യൂഡ്, അപേക്ഷിക്കുന്ന മനോഭാവം. താഴ്മയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹൃദയ നുറുക്കത്തോടെ അവൻ കർത്താവിനോട് പറഞ്ഞു. അവൻ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് കർത്താവിനോട് അവൻ പങ്കുവെക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ട് പലപ്പോഴും കർത്താവ് ഇടപെടാത്തത്? ഈ താഴ്മയിലോട്ട് വന്ന് അപേക്ഷിക്കാനുള്ള ഒരു ഒരുക്കവും മനസ്സ് പലപ്പോഴും നമുക്ക് അനേകർക്കില്ല. പ്ലീഡിംഗ് ആറ്റിറ്റ്യൂഡ്. കർത്താവിന്റെ മക്കൾ സ്വയം ചെറുതായി അപേക്ഷിക്കുന്ന ഈ ഒരു മനോഭാവത്തിൽ വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നാലാമത് എന്താണ് ജായറോസ് അവിടെ ചെയ്തത്? ജായറോസ് പറഞ്ഞു 23-ാമത്തെ വാക്യം, യേശുവേ യേശുവേ, എന്റെ കൊച്ചുമകൾ മരിക്കാറായി. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ ജീവിപ്പിക്കണമേ. അങ്ങ് വന്ന് കൈകൾ വെച്ച് അവളെ ജീവിപ്പിക്കണമേ. ബിലീവിംഗ് ആറ്റിറ്റ്യൂഡ്, വിശ്വസിക്കുന്ന ഒരു മനോഭാവം. കർത്താവ് ഇത് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന ഒരു മനോഭാവം. എന്റെ കർത്താവിന് ഇത് ചെയ്യുവാനായിട്ട് കഴിയും. ആ വിഷയങ്ങളിൽ സാഹചര്യങ്ങളിൽ ഇടപെട്ട് എന്നെ രക്ഷിക്കുവാൻ, എന്നെ ഉയർത്തുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ സുഖപ്പെടുത്തുവാൻ, എന്തിന് എന്നെ ശക്തിപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്നുള്ള വിശ്വാസം, ബിലീവിംഗ് ആറ്റിറ്റ്യൂഡ്, ഇത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനെ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. 24-ാമത്തെ വാക്യം, യേശു അവന്റെ കൂടെ പോയി. അത് അത്ഭുതം. യേശു അവന്റെ കൂടെ പോയി. അവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് കർത്താവ് പറഞ്ഞു, തലിത്താക്കും, ബാലികേ എഴുന്നേൽക്ക്. ജീവിക്കുന്ന കർത്താവ് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചപ്പോൾ മരണം അവളെ വിട്ടുമാറി, ജീവൻ അവൾ വ്യാപരിച്ചു. പുനരുദ്ധാനത്തിന്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് ആ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. മരിച്ചുപോയ പെൺകുട്ടി അവൾ എഴുന്നേറ്റിരുന്നു, അവൾ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ജനം കർത്താവിനെ മഹത്വപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, ഈ ദൈവപ്രവൃത്തി, കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടൽ ജായറോസിനും അവന്റെ കുടുംബത്തിനും എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞത്? അവൻ സ്വീകരിച്ച നിലപാട്, അവന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെയും നിങ്ങളുടെയും മനോഭാവത്തിന് വലിയ പ്രാധാന്യം കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. ബാഹ്യമായ കാര്യങ്ങൾക്കല്ല,
നമ്മുടെ ആറ്റിറ്റ്യൂഡിലേക്കാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ മനോഭാവത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയ വിചാരങ്ങളാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്. മക്കളെ, നമ്മൾ താഴ്മയുള്ളവരാകണം. ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, സ്വാർത്ഥതയില്ലാത്ത മനോഭാവത്തിലോട്ട്, അപേക്ഷിക്കുവാനുള്ള, ഹൃദയം നുറുങ്ങുവാനുള്ള ഒരു മനോഭാവത്തിലോട്ട്, ഏത് സാഹചര്യത്തിലും ഏത് നിമിഷങ്ങളിലും വിശ്വസിക്കുന്ന ഒരു മനോഭാവത്തിലോട്ട് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും ആ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും എന്തിനെ നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക് വളരുവാനും കഴിയും. തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ മനോഭാവത്തിൽ നമുക്ക് വളരാം. നമ്മുടെ ജീവിതത്തെ അതിനായി രൂപാന്തരപ്പെടുത്താം. കർത്താവിനായി സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.